ഇന്ന് രാവിലെ കറി വയ്ക്കാനേ എന്താണ് കറി വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതാ മുറ്റത്തോടെ കിടക്കുമ്പോൾ നല്ല പോലെ കാന്താരി ഇങ്ങനെ തളിരിട്ട് വയ്ക്കുന്നു. കുറച്ച് നാമ്പലം നുള്ളാവേ. ഇതൊക്കെ കായാകേണ്ടതാ, എന്നാലും നമുക്കൊരു കറി വയ്ക്കാം. ഇതെങ്ങനെ നുള്ളാം. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. ചക്കക്കുരുവും കാന്താരിമുളകിൻ്റെ തളിരിലയും കൂടെ ഒരു ചാറ് വയ്ക്കാം. നമ്മുടെ മുളകിൻ്റെ ഇലയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിയൊന്നും വേണ്ട കേട്ടോ, വെന്തളിഞ്ഞങ്ങ് പോവും. കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളേ. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കുക്കറിനകത്തോട്ടിട്ടേക്കാം. എന്നാൽ ചട്ടിയിൽ വേണേൽ ചട്ടിയിലും വയ്ക്കാം. ഞാനിപ്പോൾ കുക്കറിൽ വെന്ത് കഴിഞ്ഞിട്ട് ചട്ടിയിലൂടെ എടുത്ത് മറിക്കാനാണേ. അപ്പോൾ അതാ കുക്കറിനകത്തോട്ട് ചക്കക്കുരു ഇട്ടു. വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്തേ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് തേങ്ങയും കറിയുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി. അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തത് കേട്ടോ. അതും 4 ചെറിയുള്ളി, മഞ്ഞൾപ്പൊടിയും. അല്ലാതെ നിങ്ങൾ വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും അരയ്ക്കരുത്. ഈ ഒരു കറിയുടെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇതൊരു നല്ല എന്താ പറയുക, ഈ നമ്മുടെ കാന്താരിമുളകിൻ്റെ ടേസ്റ്റും ചക്കക്കുരുവിൻ്റെ ടേസ്റ്റും നമുക്ക് നന്നായിട്ട് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് തരാം. കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാവേ. നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു വിടും. ഇനി ഇതിനെ നമ്മൾക്ക് വേറൊരു ചട്ടിയിലോട്ട് മാറ്റാവേ. ഒരു മൺചട്ടിയിലോട്ട് ഇതിനെ അങ്ങ് മാറ്റുക. കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ചക്കക്കുരു ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇല ഇട്ട് കൊടുക്കുക. അരിയൊന്നും വേണ്ട കേട്ടോ, ഇത് വെന്തങ്ങ് അളിഞ്ഞു പോവും. ഇത് വെന്തോട്ടെ. ഇതാ നോക്കിയേ, നമ്മുടെ ഇലയെല്ലാം നല്ല പോലെ വെന്തു കേട്ടോ. അതുകൊണ്ടാണ് അരി ഉണ്ടെന്ന് പറഞ്ഞ് അതങ്ങ് വെന്തോളും. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. അരച്ചു കൊണ്ടുവന്ന് ഒരുപാട് അങ്ങനെ നീണ്ടു പോരുത് കേട്ടോ. ഇതാ എന്നാൽ നീണ്ട ഒരു കറി. ഇത് ചൂടാകുമ്പോഴത്തേനും നമുക്കൊന്ന് കടുക് വറക്കണ്ടേ. കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് വന്നപ്പോൾ വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. അങ്ങനെ നമ്മുടെ ഒരു നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുളിയോ ജീരകമോ അങ്ങനത്തെ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കരുത്. ഇതൊരു നാടൻ ടേസ്റ്റുള്ളൊരു കറി. നിങ്ങളിൽ പലരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, എന്നാലും ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളും കാണിച്ചു തന്നാണേ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും നമ്മുടെ ഈ മുളകിൻ്റെ തളിരിലയും കൂടെ ഒരു ചാറ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒരു നാടൻ കറിയും കൂടെ റെഡിയായി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.